കിട്ടി 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 ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുവിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മള് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോണത് നമ്മള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നാളെ പൂരം വേലയല്ലേ, അത് നാളെ അല്ല കേട്ടാ, നാളെ പൂരം 19-ാം തീയതി വേല. അത് കാരണം നമ്മള് അത് അഭിനന്ദിച്ച് നമ്മള് എന്നിട്ട് മീൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയാം, അഭിനന്ദിച്ചല്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടെ നാളെ പൂരം വേലയാണ്. അതുകൂടാതെ തന്നെ പെരുന്നാളും കൂടിയാണ്. ഒക്കെ രണ്ടും ഒരു ദിവസം തന്നെയാണ്. പെരുന്നാളും പൂരം ഒരു ദിവസം, പിന്നെ വേല അതിൻ്റെ പിറ്റേ ദിവസം 19-ാം തീയതി. അപ്പോൾ അമ്മേരെ വീട്ടിൽ ഒരുപാട് മീനുണ്ട്. അമ്മേരെ വീട്ടിൽ മീൻ ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾ പിടിക്കാറില്ല. എന്താ കാരണം അപ്പൻ അതിനെ പൊന്ന് പോലെ നോക്കണതാണ്. ഞങ്ങൾ പിടിക്കുന്നത് അപ്പന് ഇഷ്ടമല്ല, അപ്പനും പിടിക്കില്ല. അപ്പം ഭയങ്കര ചൂണ്ടപ്രാന്തനൊക്കെയാണ്. അപ്പോൾ 5 കിലോ 6 കിലോ ഒക്കെ വലിപ്പുള്ള വാളകൾ, പിന്നെ ബ്രാലുകൾ, പിന്നെ എന്താ പറയുക, കരിപ്പിടി, മുഷു, പിലോപ്പി, കരിമീൻ എല്ലാതും ആളൊരു ഇതിലിട്ട് വെച്ചിട്ട് കുറേ കാലമായി. ഞങ്ങളതിനെ പിടിച്ച് വെക്കാൻ പറയട്ടെ, ഞങ്ങൾക്ക് പിടിക്കാനും തരുന്നില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. കണ്ണനൊരു മീനെ പിടിച്ച് കൊടുക്കടി എന്ന് പറഞ്ഞ അമ്മേരെ പിടിച്ച് കൊടുക്കാല്ലേ എന്ന് പറഞ്ഞ അമ്മേരെ അടുത്ത്. അപ്പോൾ അമ്മ എന്തോ ഒരു അതിശയം പോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വാങ്ങിടുക പൂരമായിട്ട് അപ്പം മീൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ പിടിക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ബാക്കി അവിടെ വെച്ച് കാണാം. അപ്പോൾ അപ്പൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം, കുളവും കാര്യങ്ങളൊക്കെ കാണാം, വീടും കാണാം, അമ്മേനെയും കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മള് അച്ഛമ്മയുടെ വീടിൻ്റെ അവിടെ എത്തി. കുറച്ച് ഇറങ്ങി പോകണം. ഇറക്കത്താണ് കേട്ടോ അച്ഛമ്മയുടെ വീട്. പിന്നെ അവിടെ തൊട്ടടുത്തൊക്കെ കുറേ വീടുണ്ട്. ഈ കാണുന്ന വീട് ശോഭേച്ചിയുടെ വീടാണ്. ഇതാ കാണുന്ന എൻ്റെ ഷീറ്റിട്ട വീടാണ് അച്ഛമ്മയുടെ വീട്. ഞാൻ പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് അങ്ങോട്ട് പോകണക്ക് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണ ഒരുപാട് ഇഷ്ടമാട്ടാ. അപ്പോൾ ഞാൻ ഇറങ്ങിയത് അച്ഛമ്മയുടെ വീടിൻ്റെ അകത്തെത്തി. അച്ഛനും അമ്മയും പയ്യെ നടന്നു തന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. അപ്പം അകത്തേക്ക് കയറിയപ്പോൾ അച്ഛമ്മ ലേറ്റ് ഇട്ട് വന്നു. അപ്പം മീൻ പിടിക്കണൊക്കെ വീഡിയോ കാണിച്ചു തരാട്ടാ. അങ്ങനെ അപ്പം മീൻ പിടിക്കാനായിട്ട് വലയും കൊണ്ടുപോകണ്ടിട്ട് അവിടെ ചെറുതായി വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കുളം. അപ്പോൾ ഈ കുളത്തിൽ ഞങ്ങൾ കുറേ കാലം മുമ്പ്, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു അറ്റംപ്റ്റ് നടത്തി മീൻ പിടിക്കാൻ. അതപ്പം പിടിച്ചൂട്ടാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇതിലൊരുപാട് മീനുള്ളത് കൊണ്ട് ആരെങ്കിലും ഇതിൽ കൈയിട്ട് ഇളക്കുകയാണെങ്കിൽ ഈ മീനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആ സ്ലാവുമൊക്കെ പോയി ഇടിച്ച് പിറ്റേ ദിവസം ചത്ത് പൊന്താറുണ്ട് കേട്ടോ. അപ്പം അപ്പനറിയാം ഇതിലാരോ കൈ കടത്തിയിട്ടുണ്ടെന്ന്. അപ്പം പൊന്നു പോലെ നോക്കണത് കേട്ടോ. എന്നും വെള്ളം മാറ്റി പണി കഴിഞ്ഞ് വരുമ്പോൾ കോഴിയുടെ കുടലൊക്കെ കൊണ്ട് വെട്ടി നുറുക്കി പീസാക്കിയിട്ട് എന്നും അപ്പൻ ഇതിൽ കൊണ്ടുവരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പിടിക്കാൻ തോന്നിയില്ല. അത്രയും പൊന്നു പോലെയാണ് അപ്പം നോക്കണത്. അപ്പോൾ അപ്പൻ ആദ്യം വലയിട്ട് നോക്കിയപ്പോൾ ചെറിയ 1-2 മീനുകൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇളക്കം കണ്ടില്ലേ, ഇതിങ്ങനെയല്ല, ഇത് ഫുൾ വറ്റിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിലെന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് വറ്റിക്കാൻ പറ്റിയില്ല. അപ്പോൾ വലിയ മീനുകളൊക്കെ മുകളിലോട്ട് വരിട്ട് അധികം താഴ്ചയൊന്നുമില്ല. കണ്ട മീനൊക്കെ അടിപൊളിയായിട്ട് ചാടി മറയിട്ട്. അപ്പോൾ ഇത് വലിയ താഴ്ചയൊന്നുമില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു റിങ്ങിട്ട മറ്റേ കിണ. അപ്പോൾ ഇതാ കണ്ട, ഇത് ചെറിയ ബ്രാല് അങ്ങനെയുള്ള മീനുകളാണ് കിട്ടുന്നത്. അപ്പോൾ അത് കരിപ്പിടിയാണ് കേട്ടോ, വലിയ കരിപ്പിടിയാണ്. അതായത് ചുരുങ്ങിയതൊരു എന്താ പറയുക 1.5 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ നിന്ന് മീൻ പിടിച്ചിട്ട്. അപ്പോൾ അത്രയും വലിയ വലിയ മീനുകളൊക്കെ ഇതിലുണ്ട്. ഫുള്ളായി തുറന്നിട്ടില്ല കേട്ടോ. ഫുള്ളായി തുറന്നു കഴിഞ്ഞാൽ ഇതിലുള്ള മീനുകളൊക്കെ ചാടി പൂട്ടുക. അപ്പോൾ അതുകൊണ്ട് അപ്പൻ ഒരു സൈഡ് തുറന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഇത് പിടിച്ച് തരുന്നത് കൊണ്ട് നാളെ എന്ത് സംഭവിക്കുന്നറിയാം. അപ്പോൾ അതേ കണ്ട വലിയൊരു മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ തന്നെ കിട്ടി. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇള്ളയിൽ ചെറുത്. ഇതിനേക്കാളും വലിയ വലിയ മീനുകളാണ് ഇതിലുള്ളത്. പക്ഷേ അപ്പൻ ഞാൻ പറഞ്ഞില്ല, അപ്പം അത് തന്നെ ഞങ്ങൾക്ക് അതിശയമായിട്ടിരിക്കണത് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ആപ്പാപ്പൻ നമുക്ക് വലിയൊരു മീനെ പിടിപ്പിച്ചു തന്നു കേട്ടാ. അങ്ങനെ വലിയൊരു വാളനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ടുപോകുമ്പോൾ അപ്പം പറയുന്നുണ്ട് അതിൻ്റെ മറ്റേ കൊമ്പുണ്ടല്ലോ, സൈഡിലത്തെ 2 കൊമ്പുണ്ട്, അതൊന്ന് മേത്ത് തട്ടരിക്കുമെന്ന് അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയിട്ട് അപ്പം മനസ്സോടെ തന്നതാണ് കേട്ടോ. അപ്പം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇതിനേക്കാളും വലിയ വലിയ മീനുകളിലൊക്കെ കൂട്ടുകാരുടെ കൂടെ കിടന്ന് നടന്ന് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കിലോ കണക്കിന് ഞാൻ പാടത്ത് പോയിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ടെന്ന് ചെരിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ് മക്കളായപ്പോൾ പാടത്തേക്ക് പോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ചുറ്റും പാടമായതുകൊണ്ട് എപ്പോൾ കോഴി വീട്ടിയാലും ഞങ്ങൾ പാടത്തട, ഞങ്ങൾ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി പാടത്താണ്. പക്ഷെ ഇപ്പോൾ അതിനൊന്നും സാധിക്കില്ല. ഇപ്പോൾ മോളിനെ കൊണ്ട് ഇടയ്ക്ക് വീശാൻ പോകും. വീശാൻ അറിയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ
അടുത്തുള്ള ഒരു ചേട്ടൻ ഒരു വല തന്നിട്ടുണ്ട്, അതുകൊണ്ട് വീശി പിടിക്കും. ഞങ്ങൾ ഈ തപ്പി പിടിക്കുക, കുളവാഴ വെട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ചൂണ്ടൽ, പിന്നെ ഞങ്ങളുടെ അവിടുത്തെ സുഹൃത്തുക്കൾ കോള് ലേലം വിളിക്കുമ്പോൾ അവനെ സഹായിക്കാൻ പോകും, അങ്ങനെയുള്ള ഇതോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ മീനുകളൊക്കെ പിടിച്ച കാലം മറന്നു. അപ്പോൾ ഇതാണ് അമ്മ അമ്മേരെ മുഖം കാണിക്കാം. അമ്മ വലിയൊരു സഞ്ചി കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് തണവിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് ഈ മറ്റേ കുബേര സിനിമയിൽ ദിലീപ് വരുന്ന പോലെ തലയിൽ തൊപ്പിയും ഗ്ലൗസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വരുന്നത്. അപ്പം ഇതിനെ കൊണ്ട് ഇനി നമ്മൾ വീട്ടിൽ പോയി വെട്ടി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കത്തിയില്ലേ നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു കടയുണ്ട്, കൊച്ചാപ്പേട്ട എന്ന് പറയും. കൊച്ചാപ്പേട്ടൻ്റെ അവിടെ വലിയ വെട്ടുകത്തി ഉണ്ടാവും. അപ്പോൾ വലിയ വെട്ടുകത്തി ഉണ്ട്. അപ്പം നന്നാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലേ, രാത്രി ആയാലും. അപ്പോൾ ഇതന്നെ കിട്ടിയതന്നെ വലിയ കാര്യം. എത്രയും പെട്ടെന്ന് അപ്പൻ്റെ മനസ്സ് മാറുമ്പോഴേക്കും ജീവനും കൊണ്ട് ഓടാന്നുള്ളൊരു കണക്കൂട്ടലാണ് ഞങ്ങളത്. ഇനി കുറച്ച് ചൂണ്ടകളുണ്ട് കേട്ടോ. അപ്പൻ്റെ കയ്യിൽ 10-20 ചൂണ്ടകളൊക്കെ ഉണ്ട്. ഞാനിത് ആദ്യം പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി കുറേ 20 ചൂണ്ട കണ്ടില്ലേ. ഇപ്പം ചുരുങ്ങിയതൊരു 12 ചൂണ്ടോളം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുറേ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പന് നേരം കിട്ടിയ അപ്പം പാടത്തേക്ക് പോകാൻ മീൻ പിടിക്കുക, ഇതാണ് മെയിൻ ഹോബി കേട്ടോ അപ്പന്. അപ്പോൾ മീൻ കിട്ടി അത്രയും പെട്ടെന്ന്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് വെട്ടി പീസാക്കി ഉപ്പും മുളകൊക്കെ തേച്ച് വയ്ക്കണം. അതുപോലെ തന്നെ അവിടെ കുറേ മുരിങ്ങക്കായും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം നമ്മുടെ വീടിൻ്റെ അവിടെയും തൊട്ട് വീട്ടിലുള്ളൊക്കെ മുരിങ്ങക്കായ ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വിഷമായി. എന്നുവെച്ചാൽ 2 കാട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് 2 എടുത്തു. അപ്പോൾ അതേ നമ്മുടെ കൊല്ലക്കൊമ്പട്ടാ. അപ്പോൾ കൊല്ലക്കൊമ്പനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇരുട്ടായത് കൊണ്ട് വേഗം വീട്ടിലേക്ക് എത്തണം കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. വടൂക്കരയാണ് അമ്മ താമസിക്കണത്. അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കിൽ കാണിച്ചു തരാം ഞങ്ങളിട്ട. അപ്പോൾ വണ്ടി അങ്ങോട്ട് ഇറങ്ങാത്ത കാരണം നമ്മൾ കൂടി വെച്ചത് വന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് വള നിങ്ങൾ കണ്ടുല്ലോ, പിടിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആളിട്ടാ. ആള് ഇത് കണ്ട ഷാർക്കിന്റെ പോലെ തോന്നും, പക്ഷെ ഇത് ഇത് ഉള്ളതിൽ ഏറ്റവും ചെറുതാണ് ആള് പിടിച്ചു തന്നിട്ടില്ല. ഇത് ഒരു 4 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിന് നന്നാക്കണം, കറി വെക്കണം. അപ്പോൾ അതേപോലെ പൊന്നൂസ് മുരിങ്ങക്കായ 2 കിട്ടിയപ്പോൾ അടിക്കി മാറ്റിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാനുള്ള കത്തി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളൊരു മീൻ കടയിൽ നിൽക്കാറുണ്ടല്ലോ, കൊച്ചാപ്പേൻ്റെ കടയിൽ. അപ്പോൾ കൊച്ചാപ്പേൻ്റെ കടയിൽ പോയിട്ട് നമ്മളിത് വെട്ടി നുറുക്കി പീസാക്കി ഇവനെ ബിരിയാണി അല്ല വർക്ക് ചെയ്യുന്നതിലൊക്കെ ചെയ്യും. അപ്പോൾ മീൻ നമ്മൾ പിടിക്കാറില്ല. ഇത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം കലാപം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും ചെറുതാണ്, ഇതുള്ളതിൽ ചെറുതാണ്. 3.5 കിലോ. അപ്പോൾ 6-7 കിലോ വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ കിട്ടിയത് ഭാഗ്യം അല്ലേ പൊടിമോളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അപ്പോൾ നാളെ പൂരത്തിൻ്റെ വീഡിയോ ഉണ്ടാവും, മറ്റൊന്ന് എല്ലാവരും പെരുന്നാളിൻ്റെ വീഡിയോ ഉണ്ടാവും, അതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാൻ കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പട്ടയ്ക്കാം.